Hi dears, ഒരു ഷുവർ ക്വസ്റ്റ്യൻ പരിചയപ്പെട്ടാലോ? ചോദ്യത. What is the reason why Tamil Nadu receives very little rain while Kerala receives a lot of rain? കേരളത്തിൽ ധാരാളം മഴ ലഭിക്കുമ്പോൾ തമിഴ്നാട്ടിൽ മഴ വളരെ കുറയാനുള്ള കാരണം എന്താണെന്നുള്ളതാണ് ചോദ്യം. അപ്പം കേരളത്തിൽ നല്ലപോലെ മഴ ഉണ്ടാകുന്ന സമയത്ത് തമിഴ്നാട്ടിൽ എന്തായിരിക്കും വളരെ കുറഞ്ഞ മഴ മാത്രമേ ഉണ്ടാവാറുള്ളൂ. അതിന് കാരണം എന്താണെന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാമല്ലോ എന്താണ് അതിന് കാരണം എന്നുള്ളത്. നമുക്ക് ചിത്രത്തിലൂടെ തന്നെ പഠിക്കാം. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്, ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ചിത്രമാണ് അല്ലെ. ഇവിടെ ഒരു വലിയൊരു കുന്നുണ്ട് അല്ലെ, വലിയൊരു മൗണ്ടൈൻ ഉണ്ട്, വലിയൊരു കുന്നുണ്ട്, ഒരു വലിയൊരു ഹില്ലൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് അല്ലെ. അതേസമയത്ത് അവിടുന്ന് ജലബാഷ്പം അടങ്ങിയിട്ടുള്ള അല്ലെ, ജലാംശം അടങ്ങിയിട്ടുള്ള കാറ്റ് വരുന്നുണ്ട് അല്ലെ, വാട്ടർ വേപ്പർ കണ്ടന്റ് ഉള്ള ഒരു കാറ്റ്, വിൻഡ് അതിലൂടെ വരുന്ന കാണാൻ പറ്റും. ഈ വിൻഡിനെ ആര് തടഞ്ഞു നിർത്തും? ഈ മല അല്ലെങ്കിൽ ഈ കുന്ന് എന്ത് ചെയ്യും? തടഞ്ഞു നിർത്തും. അങ്ങനെ തടഞ്ഞു നിർത്തി കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യും? അത് തണുത്ത് മേഘമായിട്ട് മാറും. ആ കാറ്റ് എന്ത് ചെയ്യും? അവിടെ മുകളിലോട്ട് ഉയർന്നിട്ട് അവിടെ മേഘമായിട്ട് മാറും. എന്നിട്ട് ഈ ഭാഗത്ത് തന്നെ മഴയും ലഭിക്കും. അത് കണ്ടൻസേഷനിലൂടെ അല്ലെ ഘനീകരണം സംഭവിച്ചിട്ട് അവിടെ എന്ത് ചെയ്യും? അവിടെ മഴയായിട്ട് കിട്ടും ഈ ഭാഗത്ത്. എന്നാൽ അതേ സമയത്ത് ഇതിന്റെ ഈ മലയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ എന്താവും? അവിടെ മഴ ലഭിക്കില്ല. അവിടെ മഴ നിഴൽ പ്രദേശമായിട്ട്, അതായത് റെയിൻ ഷാഡോ റീജിയൻ ആയിട്ട് മാറും. ഇതാണ് സംഭവം. അപ്പൊ ഇത് കേരളവുമാണ്, ഇത് തമിഴ്നാടുമാണ് എന്നൊക്കെ ചിന്തിച്ചാൽ മതി, സംഭവം സെറ്റാ. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.